ഹായ്, ഞാൻ മറ്റൊരു വീഡിയോയുമായാണ് വന്നേക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പൊ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാമേ. ഞാൻ എടുത്തേക്കുന്ന 2 കിലോ ചിക്കനാണ്. അത് ഞാൻ മസാലക്കൂട്ട് തയ്യാറാക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്തതെന്ന് വെച്ചാൽ ഒരു 4 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, അതായത് 1 സ്പൂണിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചാണ് ഇത് വെച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇതാണ്. പിന്നീട് ഞാൻ ചേർക്കാൻ പോകുന്നത് സവാളയാണ് കേട്ടോ. സവാള, ഇഞ്ചി, പച്ചമുളക്, മസാലപ്പൊടി, തക്കാളി, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ പിന്നീട് നമ്മുടെ സ്വന്തം കറിവേപ്പിലയും കൂടി ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നല്ല രീതിയിലൊന്ന് വഴറ്റുക. അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റണേ. ഇതിലേക്ക് നമുക്ക് ഉപ്പ്, നല്ല രീതിയിൽ വഴറ്റുക. നല്ല രീതിയിൽ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇറച്ചി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ ഇളക്കണേ. അതിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി അടച്ചു വയ്ക്കാം. നമുക്ക് ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. ഞാൻ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കപ്പ ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി ചിക്കൻ കറിയും ഒഴിക്കാം. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് കണ്ടില്ലേ, എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.